അപ്പോൾ മാരകമായ രോഗത്തിനൊക്കെ മരുന്നാണ് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം. പക്ഷേ അവിടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിന്റെ ഓരോ റക്അത്തിലും 2 സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യണമെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഇസ്ലാമിക് സെന്ററിന്റെ പ്രഭാഷണത്തിന് വന്ന റമളാൻ പ്രഭാഷണം ഇഷ്ടപ്പെടുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ആ 2 സൂറത്തുകളേതെന്ന് പറഞ്ഞു തരികയാണ്. ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞിട്ട് അലം നശ്റഹ് എന്ന് തുടങ്ങുന്ന സൂറത്ത്. അല്ലാഹുവേ, ആ സൂറത്ത് നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതാണ്, മനപ്പാടമുള്ളതാണ്, മറക്കല്ലേ. ഇന്ന് മുതൽ സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിന്റെ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ കഴിഞ്ഞിട്ട് അലം നശ്റഹ് ലക സദറക എന്ന സൂറത്ത് ഓതുകയാണ്. രണ്ടാമത്തെ റക്അത്തിൽ അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ എന്ന സൂറത്ത് ഓതുകയാണ്. ഈ 2 സൂറത്ത് സുബഹിന് മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിന്റെ 2 റക്അത്തിൽ നിങ്ങൾ ഓതുകയാണെങ്കിലല്ലോ നിങ്ങളുടെ ശരീരത്തിന്റെ വേദനകളെ, ബേജാറുകളെ, അസുഖങ്ങളെ, ബുദ്ധിമുട്ടുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റിത്തരുന്നതാണ്. ഹസൻ ബസരി റളിയല്ലാഹു തആല പറയുകയാണ്, എന്തിടത്തേക്ക് ആരെങ്കിലും വന്നിട്ട് ദുനിയാവും അതിലുള്ള വിലപിടിപ്പുള്ള മുഴുവൻ സാധനങ്ങളും ഒരു ഭാഗത്തിരിക്കട്ടെ, സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് നിസ്കാരം മറുഭാഗത്തിരിക്കട്ടെ, അവിടത്തെ ഏതാണ് തിരഞ്ഞെടുക്കുന്നതെന്ന് ചോദിച്ചാൽ ദുനിയാവിലുള്ള സർവ്വതും ഒരു ഭാഗത്തിരിക്കട്ടെ, അതിൽ സ്വത്തുണ്ട്, സ്വർണമുണ്ട്, വിലപിടിപ്പുള്ള കച്ചവട ചരക്കുകളുണ്ട്, അത് മുഴുവനും ഒരു ഭാഗത്തിരിക്കട്ടെ, മറുഭാഗത്ത് സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഏതാണ് തിരഞ്ഞെടുക്കുക എന്ന് ചോദിച്ചാൽ ഞാൻ സുബഹിക്ക് മുമ്പുള്ള സുന്നത്ത് നിസ്കാരം തിരഞ്ഞെടുക്കുമെന്ന് മഹാനായ ഹസൻ ബസരി റളിയല്ലാഹു തആല പറയുകയാണ്. അങ്ങനെ നിസ്കരിച്ച് സുബഹിക്ക് മുമ്പും ശേഷവും രാത്രിയും പാതിരാത്രിയും ഒക്കെ നിസ്കരിച്ച് കരഞ്ഞു ദുആ ചെയ്തിട്ട് വേണം ഏറ്റവും വലിയ സമ്മാനം അല്ലാഹുവിന്റെ അടുത്തുനിന്ന് വാങ്ങിയെടുക്കാൻ പൊന്നുമോളെ. അതുകൊണ്ടാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു നേരം പുലരുന്നത് വരെ റുകൂ ചെയ്തിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ നേരം പുലരുവോളം സുജൂദ് ചെയ്തിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ നേരം പുലരുവോളം കരഞ്ഞു ദുആ ചെയ്തിട്ടുണ്ട്. അനുയായികൾ ചോദിക്കുമ്പോ മറുപടി പറയുന്നതെന്താണ്? വാങ്ങണ്ടേ? അല്ലാഹുവിന്റെ ലോകത്ത് വലിയ വലിയ ആളുകൾ സമ്മാനം വാങ്ങുമ്പോ എനിക്കൊരു ചെറിയ സമ്മാനമെങ്കിലും വാങ്ങണ്ടേ? പടച്ചവന്റെ ലോകത്ത് ഏറ്റവും നല്ല മത്സരാർത്ഥികൾ സമ്മാനം വാങ്ങി പറന്ന് സ്വർഗത്തിൽ പോകുമ്പോ ഏറ്റവും ചെറിയ സമ്മാന പൊതിയെങ്കിലും വേണ്ടേ? അതുകൊണ്ട് പരമാവധി റമളാനിന്റെ രാവും പകലും സജീവമാക്കുക. നഷ്ടപ്പെട്ടു പോയാ പിന്നെ തിരിച്ചു കിട്ടൂല, നഷ്ടപ്പെട്ടു പോയാ പിന്നെ മടക്കി കിട്ടൂല.